നമ്മളെ ശാരീരമായി പലപ്പോഴും ബലഹീനരാ. പ്രഷറും ഷുഗറും ബി പി ഒക്കെ ഉള്ളവരാ. പക്ഷെ അഭിഷേകത്തിൽ ജ്വലിച്ച് നിൽക്കുമ്പോൾ ബി പി ഒക്കെ മാറി നിൽക്കും, ക്യാൻസർ മാറിപ്പോകും, കിഡ്നിയുടെ കംപ്ലൈന്റുകൾ മാറിപ്പോകും, ഇവരുടെ കംപ്ലൈന്റ് മാറിപ്പോകും. പക്ഷെ അഭിഷേകം വ്യാപരിക്കുമ്പോഴാ വാക്യം ഒന്ന് വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്നൊരു വാക്യം, 50-ാം അധ്യായം 4-ാം വാക്യം. യെശയ്യാവ് 50:4. ആമേൻ. വേഗം വായിച്ചാലും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഞാൻ ആകാശത്തെ ഇരുട്ടുടുപ്പിക്കുകയും, അതല്ല, 50:4. ഞാൻ ആകാശം അക്കോട്ട് തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അടുത്ത വാക്യം, അവൻ രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ ചെവി ഉണർത്തുന്നു. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പകലില് ദൈവദാസന്മാരെ ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിൽ വരുന്നു. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണം കർത്താവെ. മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തണം. ഞങ്ങളെ തീ കഷ്ണങ്ങളാക്കി മാറ്റണം. ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ആള് മാറിയവരെ പോലെ പോകുവാനിടയാക്കണം. ദൈവമേ, ഞങ്ങളുടെ നാവുകളെ തീയാക്കി മാറ്റണമേ. അവിടുന്ന് പ്രവർത്തിക്കണമേ. അവിടുത്തെ നാമം മഹത്വപ്പെടണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. പ്രവാചകന്മാരിൽ ഏറ്റവും വലിയ പ്രവാചകനായ യെശയ്യാ, യേശുവിന്റെ ജനനം, യേശുവിന്റെ ജീവിതം, യേശുവിന്റെ മരണം, യേശുവിന്റെ ഉയർപ്പ്, അതിനെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകനാണ് ആമേൻ യെശയ്യാ പ്രവാചകൻ. ഹല്ലേലൂയ. തന്റെ ദാസനിലൂടെ പറഞ്ഞിരിക്കുന്നത്, ദാസനിലൂടെ പരിശുദ്ധാത്മാവ് തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ മാനുഷികമായ വാക്കുകൾക്ക് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ നാവ് നമ്മുടെ മേൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആരെ എങ്ങനെ ബലപ്പെടുത്തണം എന്നുള്ളത് അതവിടെ വിടും. ദൈവാത്മാവ് ഇടപെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ തളർച്ച മാറിയിരിക്കും, ആ വ്യക്തിയുടെ ക്ഷീണം മാറിയിരിക്കും. വായിക്കുന്നു, തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന്, അറിയേണ്ടതുപോലെ നമുക്ക് അറിയില്ല, എന്നാൽ താങ്ങാൻ അറിയേണ്ടതിന് എനിക്ക് ദൈവം ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. ശിഷ്യന്മാരുടെ നാവ് എങ്ങനെയാ ലഭിച്ചത്? അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ അവർ ദൈവസന്നിധിയിൽ കാത്തിരുന്നു, ഉപവാസത്തോടും പ്രാർത്ഥനയോടുകൂടെ മറിയടക്കം ഇരുന്നു. പക്ഷെ പെന്തക്കോസ്ത് നാളിൽ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷനായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞുവെങ്കിൽ ഇന്നിവിടെ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയം, നമ്മുടെ നാവ്, നമ്മുടെ മനസ്സ്